ഇന്ന് നമുക്ക് അരിപ്പൊടിയും തേങ്ങയിലും ചേർത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു സ്നാക്ക് തയ്യാറാക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. 1/2 കപ്പ് പഞ്ചസാര. ഇനി ഇതിലേക്ക് 2 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു തേങ്ങയും പഞ്ചസാരയും ഒരു 1-2 തവണ ഒന്ന് കറക്കിയെടുക്കണം. ഒരുപാട് അങ്ങ് അരച്ചെടുക്കരുത്. 1-2 തവണ ഒന്ന് കറക്കിയെടുത്താൽ മതി. ഈ ഒരു തേങ്ങയും പഞ്ചസാരയും ഒന്ന് മിക്സായി വന്നാൽ മാത്രം മതി. അപ്പം ഞാനിവിടെ തേങ്ങയും പഞ്ചസാരയും ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്കിതിന് പത്തിരിപ്പൊടിയാണ് വേണ്ടത്. 1/2 കപ്പ് പത്തിരിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. പത്തിരിപ്പൊടി 1/2 കപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കേണ്ടത് പുട്ടുപൊടിയാണ്. അതും ഒരു 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ മുഴുവനായിട്ട് എടുത്തിട്ടില്ല. 1/2 കപ്പിൽ കുറച്ച് കുറവാണ്. പത്തിരിപ്പൊടിയാണ് നമ്മളിതിലേക്ക് കൂടുതൽ ചേർക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അടിച്ചു വെച്ച തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഈ ഒരു അരിപ്പൊടിയും തേങ്ങയും നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ അരിപ്പൊടിയും തേങ്ങയും നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലവണ്ണം കുഴച്ചെടുക്കുക. ഈ ഒരു തേങ്ങ അരിപ്പൊടിയിൽ നന്നായിട്ട് മിക്സായി വരുന്നത് വരെ കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മൾ പത്തിരിക്കെല്ലാം കുഴച്ചെടുക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. നമുക്കിതുപോലെ കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചെറിയൊരു ബോൾ എടുത്തിട്ട് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് ഉരുട്ടിയെടുക്കാൻ ഞാൻ കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ മുഴുവൻ മാവും നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ മുഴുവൻ മാവും ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്റ്റീമറിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് തട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ച ഈ ഒരു മാവ് വെച്ച് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കുക. കുറച്ചധികം സമയം എടുത്തിട്ട് തന്നെ വേവിച്ചെടുക്കുക. കാരണം പുട്ടുപൊടിയെല്ലാം ചേർത്തത് കൊണ്ട് ഇത് നന്നായിട്ട് വെന്ത് വരണം. ഉൾഭാഗമെല്ലാം നല്ലവണ്ണം വെന്ത് വരണം. ഇനി നമുക്കിതിനെ അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ കൂടി ചേർത്തിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതേപോലെ പഴം ചേർത്തും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാലും പഴവും ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർക്കുന്നുണ്ട്. നമുക്കിത് തേങ്ങാപ്പാൽ എടുത്തിട്ട് നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ട് തേങ്ങാപ്പാലിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ഒരു തേങ്ങാപ്പാൽ ഇതിലേക്ക് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ മുഴുവനും ഇതുപോലെ തേങ്ങാപ്പാലിൽ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ടും കഴിക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് ചെറിയൊരു ചൂടോടുകൂടി കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.